ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 25 കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ആ വീഡിയോ കാണുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഓപ്ഷൻ വായിക്കേണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല. ക്വസ്റ്റ്യൻ 2 തവണ വായിക്കാം, എന്നിട്ട് ഉത്തരം ഏതാണെന്നും പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പോസ് ചെയ്തിട്ട് ഏതാണ് ഉത്തരമെന്ന് നിങ്ങൾ എഴുതുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന ഉത്തരമായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 25 കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളിൽ ഉൾപ്പെടാത്തത് ഏത്? 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി INS തരുണി. അതാണ് ഉത്തരം. INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ P-75 എന്നിവയൊക്കെ 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ്. ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ P-75. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യയുടെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഡോക്ടർ വി നാരായണൻ. അപ്പോൾ ഡോക്ടർ വി നാരായണൻ ആരാണ്? നിലവിലെ ISRO ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. അപ്പോൾ ISRO ചെയർമാനായ ഡോക്ടർ വി നാരായണനാണ് ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ഉത്തരം ഓപ്ഷൻ സി ബീഹാർ. അപ്പോൾ നമ്മുടെ കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാർ ഗവർണറാണ്. അപ്പോൾ കേരളത്തിലെ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അതുകൂടി ഓർത്തു വെച്ചേക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 75-ാം വാർഷികം. അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 75-ാം വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്. അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ടതെന്നാണ്? 1950 ജനുവരി 25. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. അപ്പോൾ പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. പാലക്കാട് ചുരത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം ആരായിരുന്നു? പ്രഥമ ഖോ-ഖോ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം ആരായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി നിഖിൽ ബി. നിഖിൽ ബി ആണ് പ്രഥമ ഖോ-ഖോ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരം. അപ്പോൾ പ്രഥമ ഖോ-ഖോ ലോകകപ്പ് നടന്നത് എവിടെ വെച്ചായിരുന്നു? ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. അതിലെ വിജയികളായതാരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. അപ്പോൾ പ്രഥമ ഖോ-ഖോ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരമായിരുന്നു നിഖിൽ ബി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ? 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഭുവനേശ്വർ. ഭുവനേശ്വറിലാണ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഭുവനേശ്വർ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയുടെ തലസ്ഥാനമാണ് ഭുവനേശ്വർ.
9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം. വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗം. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ജാരവ. ജാരവയാണ് ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗം. ഒന്നുകൂടി പറയാം, ജാരവ. ജാരവയാണ് ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവിഭാഗം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തെ കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ലോകത്തെ കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 7. ലോകത്തെ കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനം. 1ാം സ്ഥാനം ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ബ്രസീൽ. ലോകത്തെ കാപ്പി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ബ്രസീലിനും 7ാം സ്ഥാനം ഇന്ത്യക്കുമാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അമേരിക്ക. അമേരിക്കയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെ പിന്മാറിയ രാജ്യം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞേക്കാം. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്? 47ാമത്. അതുകൂടി ഓർത്തു വെച്ചേക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി മണിപ്പൂർ. മണിപ്പൂരിലാണ് 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ രാജിവെച്ച മണിപ്പൂരിലെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ബീരേൻ സിംഗ്. ബീരേൻ സിംഗ് ആയിരുന്നു മണിപ്പൂരിലെ മുഖ്യമന്ത്രി. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്തത്? ഇവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്തത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഗാരി റവ്കിൻ. അപ്പോൾ ആർക്കൊക്കെയാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് നോക്കാം. ഡാരൻ എയ്സ് മൊഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ആരൊക്കെയാണ്? ഡാരൻ എയ്സ് മൊഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഗാരി റവ്കിന് 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനമാണ് ലഭിച്ചത്. ഓർത്തു വെച്ചേക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ചൈന. ചൈനയാണ് ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം. 17ാമത്തെ ക്വസ്റ്റ്യൻ, 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മേഘാലയ. മേഘാലയയിലാണ് 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത്. അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഉത്തരാഖണ്ഡും 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ചോദിച്ചാൽ മേഘാലയയുമാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ കുമ്പളങ്ങി കഥകൾ ആരുടെ രചനയാണ്? എൻ്റെ കുമ്പളങ്ങി കഥകൾ ആരുടെ രചനയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കെ വി തോമസ്. കെ വി തോമസിൻ്റെ രചനയാണ് എൻ്റെ കുമ്പളങ്ങി കഥകൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ, 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തി. അതുകൂടി ഓർത്തു വെച്ചേക്കുക.
20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, കേരളം. കേരളത്തിലാണ് 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഹോക്കി താരം? 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഹോക്കി താരം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഹർമൻപ്രീത് സിംഗ്. അപ്പോൾ 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഹോക്കി താരം എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് സിംഗ്. അപ്പോൾ 2025 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണ്. മനു ഭാക്കർ ഷൂട്ടിംഗ്, ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്. അപ്പോൾ 2025 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് 4 പേർക്കാണ്. മനു ഭാക്കർ ഷൂട്ടിംഗ്, ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, MT വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന്? MT വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 2024 ഡിസംബർ 25. 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ അന്തരിച്ചത്. അപ്പോൾ 2024 ഡിസംബർ 26-ന് അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് അന്തരിച്ചത് 2024 ഡിസംബർ 26. MT വാസുദേവൻ നായർ അന്തരിച്ചത് 2024 ഡിസംബർ 25. 24ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, മാഡിസൺ കീസ്. അമേരിക്കയുടെ മാഡിസൺ കീസിനാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത്. അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ്? ഇറ്റലിയുടെ യാനിക് സിന്നർ. പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നറും വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് അമേരിക്കയുടെ മാഡിസൺ കീസുമാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ? രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, ജയ് ഷാ. ജയ് ഷായാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ ചെയർമാൻ. അപ്പോൾ ജയ് ഷായാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ ചെയർമാൻ. അപ്പോൾ ഇത്രയാണ് 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നെന്നും കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറഞ്ഞ ആൻസേഴ്സിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്